ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. കർത്താവിൻ്റെ കൃപയാൽ ഒരു പ്രാവശ്യമുണ്ട് AFUC നടത്തി വരുന്ന ദൈവവചന പ്രഭാഷണ പരമ്പരയിലൂടെ നമുക്ക് സന്ധിക്കുവാനായി ദൈവം ഒരുക്കിയ ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേട്ടിട്ട് നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ നാമത്തിലുള്ള സ്നേഹവചനങ്ങളെ അറിയിക്കുകയാണ്. ജനനം എന്ന കവലയിൽ നിന്ന് ജീവിതമെന്ന പാതയിലൂടെ മരണമെന്ന കവലയിലേക്ക് യാത്ര ചെയ്യുന്നവനാണ് മനുഷ്യൻ. ഈ യാത്രയിൽ അവൻ്റെ സതത സഹചാരിയായി കൂടെ കാണുവാൻ അവൻ ആഗ്രഹിക്കുന്നത് സമാധാനം എന്ന സ്നേഹിതനെയാണ്. എന്നാൽ മനുഷ്യ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട അനുഭവങ്ങളാണെന്ന് ഏറെയും കാണുന്നത്. സമാധാനം ആഗ്രഹിച്ച് പരക്കം പായുന്ന മനുഷ്യരുടെ നടുവിൽ സമാധാനം കൈവരിക്കുവാൻ കഴിയാതെ നിരാശനായിരിക്കുന്ന അനേക ആയിരങ്ങളെ നാം നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുവാൻ കഴിയും. സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടൊരു വ്യക്തിയായി നിങ്ങൾ മാറിയിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൈവരിക്കുവാനുള്ള ഒരു മാർഗം ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഈ സന്ദേശത്തിലൂടെ ആഗ്രഹിക്കുകയാണ്. മനുഷ്യന് സമാധാനം കൈവരിക്കുവാൻ കഴിയുന്നത് എങ്ങനെയാണ്? എവിടെ നിന്ന് അവനത് ലഭിക്കുമെന്നൊക്കെ നമുക്ക് ശാന്തമായി ചിന്തിക്കാം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ താൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞതിന്റെ മധ്യത്തിൽ വായിക്കുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 42-ാം വാക്യത്തിൽ, ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു, ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. മനുഷ്യൻ സമാധാനം ആഗ്രഹിച്ച് പായുമ്പോൾ സൃഷ്ടാവാദ്യം അവനോട് പറയുക, നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു, പക്ഷെ ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. സമാധാനം ആഗ്രഹിച്ച് പരക്കമായുന്ന മനുഷ്യൻ ലഹരി വസ്തുക്കളിലും മറ്റു വിനോദോപാധികളിലും ആശ്രയം കണ്ടതിന് ശേഷമായി ആഗ്രഹിച്ച ഫലം കാണുവാൻ കഴിയാതെ നിരാശയിൽ നിന്ന് നിരാശയിലേക്ക് മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ്. ചിലര് സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി കണ്ടുപിടിച്ച മാർഗം ഒരു ചതിക്കുഴിയായി വാവിളർന്ന് അവിടെ തന്നെ നശിപ്പിക്കുമ്പോൾ യേശു പറയുന്നു, നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. സമാധാനം നഷ്ടപ്പെട്ട് സന്തോഷം നഷ്ടപ്പെട്ട് ജീവിതത്തിലെ കയ്പ് നീരിനെ ആവോളം കുടിച്ച് ഇത് അവസാനിപ്പിച്ചാൽ മതി ചിന്തിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ നിനക്ക് സമാധാനം ലഭിക്കുവാൻ കഴിയുന്ന ഒരു മാർഗത്തെ ഞങ്ങൾ ഈ സമയം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. കർത്താവായ യേശു ക്രിസ്തു തരുന്ന സമാധാനം ശാശ്വതമായ സമാധാനമാണ്. കാരണം അവൻ സമാധാന പ്രഭുവാണ്. എന്തെങ്കിലും കൈവശമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അതിൽ നിന്ന് രോഗിയെടുത്ത് മറ്റൊരാൾക്ക് പങ്കിട്ടു കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. സമാധാനത്തിൽ ദരിദ്രരായ ഒരു മനുഷ്യന് സമാധാനം ആഗ്രഹിക്കുന്ന മറ്റൊരു മനുഷ്യന് സമാധാനം പ്രദാനം ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ സമാധാനദായകനായ യേശു പറയുന്നു, സമാധാന പ്രഭുവായ യേശു പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിത യാത്രയിൽ സമാധാനത്തിലുള്ള മാർഗങ്ങൾ തേടി അന്വേഷിച്ച് ഇതുവരെയും കൈവരിക്കുവാൻ കഴിയാതെ നിരാശയോടെ ആയിരിക്കുന്നെങ്കിൽ, നിങ്ങൾ പല മാർഗങ്ങളും അവലംബിച്ചിട്ടും അതെല്ലാം ഒരു പാഴ് വേലയായി മാറിയിരിക്കുന്നെങ്കിൽ, യേശു ക്രിസ്തു മുഖാന്തരമുള്ള സമാധാനവും സന്തോഷവും കൈവരിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. എന്താണ് യേശു ക്രിസ്തുവുമായുള്ള സമാധാനം പ്രാപിക്കുവാൻ തടസ്സം?
മനുഷ്യജീവിതത്തിലെ പാപങ്ങളാണ് ആ യേശുക്രിസ്തു നൽകുന്ന സമാധാനത്തിന് സ്ഥാപിക്കാൻ ദർശനമെങ്കിൽ ആ പാപങ്ങളെ ഏറ്റവും പറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ തീരുമാനം എടുക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ നിങ്ങൾക്ക് മുന്നേറുവാൻ കഴിയും. എന്നാൽ പലപ്പോഴും ഈ കാര്യങ്ങളെ മനസ്സിലാക്കുവാനോ ഇത് അംഗീകരിക്കുവാനോ കഴിയാതെ അവൻ പ്രാപിക്കേണ്ട സമാധാനം അവന്റെ ഒരു വെളിപ്പാടകലെ മാറി നിന്നിട്ടും അത് കൈവരിക്കുവാൻ കഴിയാതെ ശത്രുവായി പിശാച് മനുഷ്യനെ അസമാധാനത്തിലേക്കും അതൃപ്തിയിലേക്കും തള്ളിവിടുമ്പോൾ ഈ സംസ്കൃതിയുടെ നിങ്ങൾ ഈ സമയം തന്നെ നിങ്ങളുടെ ജീവിതത്തെ യേശു ക്രിസ്തു മുഖാന്തരമുള്ള സമാധാനം കൈവരിക്കുവാൻ, സന്തോഷം കൈവരിക്കാനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സ്നേഹബുദ്ധിയ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ, യഥാർത്ഥം നിങ്ങളത് ആഗ്രഹിക്കുന്നെങ്കിൽ നിൽക്കുന്ന സ്ഥാനത്തിനോട് സൃഷ്ടാവായ ദൈവമേ, മനുഷ്യർ തിരുമുമ്പാകെ പാപികളും ശിക്ഷയ്ക്കർഹരുമായിരിക്കുമ്പോൾ ഞാനും ആ കൂട്ടത്തിൽപ്പെടുന്നു, അംഗീകരിക്കുന്നു. എനിക്ക് സ്വയം രക്ഷപ്പെടാൻ സാധ്യമല്ലാത്തതിനാൽ യേശു എനിക്ക് വേണ്ടി മരിച്ചെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഇന്നു മുതൽ ഞാൻ നിൻ്റെ മകനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, മകളായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവ് നിങ്ങളെയും ആശ്വസിപ്പിക്കാൻ ഇടയായിത്തീരും. യേശു ക്രിസ്തു മുഖാന്തരമുള്ള പാപക്ഷമ പ്രാപിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ, സർവ്വോപരി ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൈവരിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കണ്ണിന് മറഞ്ഞിരിക്കുന്ന സമാധാനത്തോട് ഇത് സ്വീകരിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ അനുകൂലമായി ഈ സന്ദേശത്തോടെ പ്രതികരിക്കുക. ശാശ്വതമായ സമാധാനവും സന്തോഷവും കൈവരിക്കുവാൻ അത് മുഖാന്തരമായി തീരും. നിങ്ങൾ ക്ഷമയോടെ സന്ദേശം കിട്ടിയതിനായി നിങ്ങൾ നന്ദി പറയുന്നു. ഇത് നിങ്ങൾ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അലട്ടുന്ന വിഷയങ്ങളിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കുവാൻ ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യമാണെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 94 46 620 645 94 46 620 645. നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. മറ്റുള്ളവർക്ക് ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്യുക. ഞങ്ങൾക്ക് ദൈവവചന സന്ദേശം കൂടുതൽ കേൾക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൽ AFUPC ചാനൽ എന്ന മാധ്യമത്തിലൂടെ നിങ്ങൾക്ക് ദൈവവചന സന്ദേശങ്ങൾ ധാരാളമായി കേൾക്കുവാൻ അവകാശമുണ്ട്. നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ഞങ്ങൾക്ക് അയച്ചു തരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ലഘു സന്ദേശങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു. ദൈവം നിങ്ങൾ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഒരു നിമിഷം കൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഏതു തന്നെയാണെങ്കിലും ആ വിഷയത്തിൽ വിടുതലിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, സന്ദേശം കേൾക്കുന്നതായ ഈ വ്യക്തികളെ അടിയൻ സന്നിധിയിലേക്ക് ഭാരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ ഇവരെ അനുഗ്രഹിക്കുമാറാകണമേ. ഇതിലെ രോഗികളിൽ നിന്ന് സൗഖ്യമാക്കണമേ. ദുഃഖിതരെ നീ ആശ്വസിപ്പിക്കണമേ. സമാധാനവും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും സർവോപരി യേശു ക്രിസ്തു മുഖാന്തരമുള്ള പാപക്ഷമയും കൈവശമാക്കുവാൻ സഹായിക്കുമാറാവെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമ ജീവൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ അസമാധാനങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്ന സകല വിഷയങ്ങളും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണം, കടഭാരങ്ങൾ മാറണം, ജോലി നൽകണമേ കർത്താവേ. ഒരു തലമുറയെക്കുറിച്ച് ആഗ്രഹിക്കുന്നവർക്ക് തലമുറ നൽകണമേ കർത്താവേ. ഉയർച്ചയ്ക്കായി നിങ്ങളെ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലടി നീ സമൂഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹ വിഷയമാക്കണം. സന്തോഷവും സമാധാനവും കൈവരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.